പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആമേൻ. നോയമ്പുകാലമൊക്കെ അടുത്തിരിക്കുന്നു. അതിന് ആസ്തപ്പാട് കൂട്ടുന്ന കാലഘട്ടമാണല്ലോ. ഒരു ചിന്താശകലം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 5 1 മുതൽ വചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഗലീലിയ തടാകത്തിൻ്റെ തീരത്ത് യേശു വരുന്നു. അവിടെ അപ്പസ്തോലന്മാര് പത്രോസിന്റെ നേതൃത്വത്തിൽ മീൻ പിടിക്കുന്നു. എന്നാൽ രാത്രി മുഴുവൻ മീൻ പിടിച്ചിട്ടും ഒരു കുറിച്ചിയെ പോലും കിട്ടിയില്ല, ഒരു പള്ളത്തിയെ പോലും പിടികിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ യേശു എന്താണ് പറഞ്ഞത് എന്ന് നമുക്കറിയാം. വചനം 4 മുതൽ നമ്മൾ വായിക്കുന്നു. അവൻ സംസാരിച്ചു തീർന്നപ്പോൾ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ആഴത്തിലേക്ക് മീൻ പിടിക്കുവാൻ വലയിറക്കുക. ഇതേപ്പറ്റി സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, അവർ ആഴത്തിലേക്ക് വലയിറക്കി. ധാരാളം മത്സ്യങ്ങൾ വന്നു. അവർക്ക് ഒന്നിച്ചു കൂട്ടി വള്ളത്തിൽ കൊണ്ടുപോകാൻ പറ്റാഞ്ഞിട്ട് അയൽവക്കത്തുള്ള മീൻപിടുത്തക്കാരെക്കൊണ്ട് വിളിച്ചു കൂട്ടിയതുമല്ല. ആ സംഭവം വിവരിക്കുവാനല്ല ഞാൻ ഇപ്പോൾ ഈ ചെറിയ പ്രസംഗം പറയുന്നത്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ആഴത്തിലേക്ക് പോകാൻ മടിക്കുന്നവരാണ്. എൻ്റെ ചെറുപ്പകാലം ഞാൻ ഓർത്തു പോവുകയാണ്. എൻ്റെ വീട് മണിമലയാറിനടുത്താണ്. എല്ലാ ദിവസവും മിക്കവാറും ആറ്റിച്ചാടാൻ പോകും, കുളിക്കാനായിട്ടും നീന്താനായിട്ടും. ഇനി ചില അവസരങ്ങളിൽ അന്നൊക്കെ തോട്ടായിടും, അല്ലെങ്കിൽ നഞ്ചിടും മീൻ പിടിക്കാനായിട്ട്. ഇന്നതൊക്കെ അനുവദനീയമല്ല. അപ്പോൾ അങ്ങനെ മീൻ പിടിക്കാൻ പോകുമ്പോൾ വെള്ളത്തിൽ ചാടും. ഞാനും ചാടുമായിരുന്നു മീൻ പിടിക്കുവാൻ. അപ്പോൾ ചത്ത് പൊങ്ങിക്കിടക്കുന്ന മത്സ്യങ്ങളെ ഞാൻ ശേഖരിക്കുമായിരുന്നു. എന്നാൽ വലിയ മീനുകളൊക്കെ ചത്ത് വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു. വെള്ളം തണുപ്പുണ്ടായിരുന്നു. അതുപോലെ താഴേക്ക് നീർക്കാങ്കുഴി ഇടുമ്പോൾ ഒരു പക്ഷെങ്കിൽ കല്ലിലൊക്കെ തലയിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സുരക്ഷിതമായിട്ട് മുകളിലുള്ള മീൻ പിടിക്കുകയായിരുന്നു പതിവ്. ഞാൻ കണ്ടു, അപ്പോൾ മുതിർന്ന ചില ആളുകൾ വന്ന് വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങുന്നതും ആഴത്തിൽ നിന്ന് വലിയ മീനുകളെ, പനിഞ്ഞില് അല്ലെങ്കിൽ വാള തുടങ്ങിയ വലിയ മീനുകളെയും പൊക്കിക്കൊണ്ട് വരുന്നത്. അപ്പം ഞാൻ ഓർത്തു, ഞാൻ ചാടണം. ചാടി ആഴത്തിൽ ചെന്നാലേ വലിയ മീൻ കിട്ടുമെന്ന്. താഴോട്ടിറങ്ങുമ്പം ചെവി പൊത്തി പിടിക്കണം, തണുപ്പുകൊണ്ട് തല സൂക്ഷിക്കണം, കല്ലിലിടിക്കാതെ. അങ്ങനെ താഴേക്ക് ഇറങ്ങിച്ചെന്നു. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞത്, നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തിലേക്ക് ഒരു നീർക്കാങ്കുഴി ഇടിയിലാണ്, ഒരു നീന്തൽ ആണ്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, എസെക്കിയേൽ പ്രവാചകൻ 47, അതായത് ഏറെ അടിത്താഴ്ചയുള്ള, ഏറെ വിസ്തൃതിയുള്ള ഒരു ജലാശയത്തെ പറ്റിയും ആ ജലാശയത്തിൽ മീൻ ഉള്ളതും മത്സ്യമുള്ളതും അതിൻ്റെ കരയ്ക്കു വളരുന്ന വൃക്ഷങ്ങൾ, ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതുമെല്ലാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 21 അല്ലെങ്കിൽ അധ്യായം 7:37 വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. യേശു ദേവാലയത്തിന്റെ മറ്റത്തിൽ നിന്ന് പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. താൻ നൽകാതിരുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് അവന് ഇത് പറഞ്ഞത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഈ നോയമ്പ് കാലം, ഈ 50 നോയമ്പ് കാലം, വലിയ നോയമ്പ് കാലം, പ്രിയമക്കളെ, എനിക്ക് തോന്നുന്നു നമ്മൾ ആഴത്തിലേക്ക് വലയിറക്കേണ്ട ഒരു സമയമാണ്. നമ്മൾ ഉപവസിക്കുന്നുണ്ട്, പാവങ്ങളെ സഹായിക്കുന്നുണ്ട് എന്നൊക്കെ പറയും. ഞാൻ ഓർത്തു പോവുകയായിരുന്നു, കഴിഞ്ഞ ദിവസം ഒരു ഹൈന്ദവൻ എന്നെ കണ്ടു പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കണം, ഞാൻ മലയ്ക്ക് പോവാണ്, ശബരിമലയ്ക്ക് പോവാണ്. ഓർക്കണേ, ഒരു ഹൈന്ദവ സഹോദരൻ ഒരു കത്തോലിക്ക വൈദികരോട് പറയുകയാണ്, സുരക്ഷിതമായിട്ട് ആ തീർത്ഥാടനം നടത്താനായിട്ട് പ്രാർത്ഥിക്കണേ എന്ന്. ഞാൻ അയാളുടെ ശിരസിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു, ഒരുങ്ങിയാണോ പോകുന്നത്?
ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ മാലയിട്ടപ്പോൾ മുതൽ ഇറച്ചിയോ മീനോ മുട്ടയോ പാലോ തൈരോ ഒന്നും ഉപയോഗിക്കില്ല, പഴയത് ഒന്നും തിന്നില്ല, രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണം വൈകിട്ട് തിന്നില്ല, വൈകിട്ടത് പിറ്റേ ദിവസം പഴയനായിട്ട് കഴിക്കില്ല. അത് നിയമമാണ്. അങ്ങനെ പാലിച്ചാണ് ഞങ്ങൾ ദേവനെ കാണാൻ പോകുന്നത്. ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ ഓർത്തു പോവുകയായിരുന്നു, അത് ഇപ്രകാരം ഉപവാസമെടുത്ത് ദേവനെ കാണാൻ ശബരിമലയ്ക്ക് പോകുന്നു. നമുക്കുമുണ്ട് നോയമ്പ് കാലം. എത്ര പേർ ഇപ്രകാരം ഒരു നോയമ്പ് നോക്കാൻ പരിശ്രമിക്കുന്നുണ്ട്? നോക്കൂ, നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചു, റോഡിലെല്ലാം ഒരു ചെറിയ പാണക്കെട്ടും തലയിൽ കൈവച്ച് ഇങ്ങേറ്റം പാലക്കാട്ട് കാസർഗോഡ് മുതൽ ശബരിമലയ്ക്ക് നടന്നു വരുന്നവർ. അവരുടെ ആവശ്യത്തിന് വേണ്ടി പുറകിൽ ഒരു ചെറിയ ബാഗിൽ ഏതാനും കാര്യങ്ങളേ ഉള്ളൂ. വഴിയിൽ ഏതെങ്കിലും പുഴ വക്കിലോ ഒക്കെ ചാടി കുളിക്കും. ഇല്ലെങ്കിൽ ആ ചൂടും, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നാ ചൂടായിരുന്നു, ആ ചൂടും വിയർപ്പും സഹിച്ച് ഒരു ശരീരവും നാറി നടക്കുകയാണ് കാൽനടയായിട്ട്. പ്രിയമുള്ളവരെ, ഇതൊക്കെ ക്രൈസ്തവരായ നമുക്ക് മാതൃക മാത്രമല്ല, ഒരു ചലഞ്ച്, വെല്ലുവിളി ആകേണ്ടയോ? നമ്മുടെ ആധ്യാത്മിക ജീവിതം എവിടെ? ഞാൻ പറയുന്നത് മാംസവിലക്കോ അല്ലെങ്കിൽ മത്സ്യവിലക്കിനെ പറ്റി ഒന്നുമല്ല. നമുക്ക് എന്തൊക്കെയോ കൈമോശം വന്നിരിക്കുന്നു. ആഴമായ ആധ്യാത്മികത നമുക്ക് ഇല്ലാതെ പോയിരിക്കുന്നു. നമുക്കറിയാം, ഇനി നമുക്ക് നോക്കിയാൽ പുറമേയുള്ള ആഘോഷങ്ങൾ ധാരാളമുണ്ട്. എഴുന്നള്ളിക്കുക, അത് വിജാതിയുടെ ഒരു പരിപാടിയാണ്. തൃശ്ശൂരം പോലെ വീടുകൾ തോറും കൊണ്ടുപോവുക, അതിന് പ്രത്യേകം പണം നിശ്ചയിക്കുക, 500 രൂപ 1000 രൂപ, അങ്ങനെ ഒരു ബിസിനസ് പോലെ ആക്കിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ പെരുന്നാളുകളും തിരുനാളുകളൊക്കെ അല്ലേ എന്ന് ചിന്തിക്കണം. പള്ളിക്കും ധാരാളം പണം ഉണ്ടാക്കാനുള്ള ഒരവസരം, ഒരു വ്യവസായ രീതിയായി പോയില്ലേ നമ്മുടെ തിരുനാൾ ആഘോഷങ്ങൾ. പിന്നെ പുറമേയുള്ള മേളങ്ങൾ, ചെണ്ടയും ആഘോഷങ്ങളും ആനയും കുരവയും കൊത്തുമെല്ലാം, ഇതെല്ലാം നടത്തി ആളുകൾ നോക്കിയാൽ ക്രൈസ്തവർ വലിയ പെരുന്നാൾ നടത്തുന്നു. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിലോ വെറുപ്പും വിദ്വേഷവും എല്ലാം വച്ചുകൊണ്ട്. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് 2 മാസം മുമ്പാണല്ലോ ക്രിസ്മസ് ആഘോഷിച്ചത്. അത് നമ്മൾ വായിച്ചു. 5 ഏക്കർ സ്ഥലത്ത് ഉണ്ടാക്കിയ പുൽക്കൂട്, 500 പുൽക്കൂടുകൾ ഒന്നിച്ച്, റോമിലായിരുന്നെങ്കിൽ 1000 പുൽക്കൂടുകൾ, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ആഘോഷങ്ങൾ. ഉണ്ണീശോയെ കൊണ്ട് തീ കായ്ക്കുന്നു. അത് മാത്രമല്ല, ആ വെള്ളത്തിൽ ചാടി രാക്കുളി നടത്തുന്നു. ഇതൊക്കെ വലിയ ശബ്ദത്തിൽ മനോരമയിലും ദീപികയിലും മംഗളത്തിലൊക്കെ വരുന്നു. അപ്പോൾ നോക്കുമ്പോൾ പുറമേ നോക്കിയാൽ വലിയൊരു ക്രൈസ്തവ ജീവിതം കേരളത്തിൽ ഉണ്ട്. എന്നാൽ അന്തരാത്മാവിൽ പരസ്പരം സ്നേഹിച്ച്, യേശുവിനെ സ്നേഹിച്ച്, യേശുവിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് ആ ക്രൈസ്തവ മൂല്യങ്ങളിലൂടെ ജീവിക്കുന്ന എത്ര പേർ നമ്മുടെ ഇടയിലുണ്ട്? ഇത് ആത്മശോധന ചെയ്യേണ്ടതല്ലയോ? നമ്മൾ വായിക്കുന്നുണ്ട്, യെശയ്യാ പ്രവാചകൻ അധ്യായം 1 വചനം 11 കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്ക് എന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ള ദഹന ബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി. കാളക്കിടാങ്ങളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടിൻ്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല. എൻ്റെ സന്നദ്ധിയിൽ വരാൻ, എൻ്റെ അങ്കണത്തിൽ കാലുകുത്താൻ ഇവ വേണമെന്ന് ആര് നിങ്ങളോട് പറഞ്ഞു? വ്യർത്ഥമായ കാഴ്ചകൾ ഇനിമേൽ അർപ്പിക്കരുത്. ധൂപം എനിക്ക് മ്ലേച്ഛ വസ്തുവാണ്. നിങ്ങളുടെ അമാവാസിയും സാപത്തും സമ്മേളനങ്ങളും അനീതി നിറഞ്ഞ ഉത്സവങ്ങളും എനിക്ക് സഹിക്കാനാവില്ല. യെശയ്യാ പ്രവാചകൻ അധ്യായം 1 11 മുതൽ 13 വരെ വചനങ്ങളാണ്. ഒരുപക്ഷെ 3000 കൊല്ലങ്ങൾക്ക് ശേഷം, ഇന്ന് നമ്മുടെ കാലത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഒരു പ്രവചനമല്ലായിരുന്നു അത് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഭക്തിയിൽ വളരുകയാണ് വേണ്ടത്. ഭക്തിയിൽ വളരണമെങ്കിൽ ആഴത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ വായിക്കുന്നു, യാക്കോബ് ശ്ലീഹ അധ്യായം 1 വചനം 27. എന്താണ് ഭക്തി എന്ന്? യഥാർത്ഥ ഭക്തി
തിന്മയെ വെറുക്കൽ ആണ്. ദൈവഭക്തി എന്ന് പറഞ്ഞ തിന്മയെ വെറുക്കൽ. നമുക്കറിയാം, ഇന്ന് പല ഫിലിമുകൾ ഓരോ സിനിമ നടന്മാരൊക്കെ ഇറക്കുമ്പോൾ അതിലെ എല്ലാ വില്ലന്മാരും എന്ന് പറഞ്ഞാൽ വ്യഭിചാരി, കൊലപാതകി, അനീതി ചെയ്യുന്നവരെല്ലാം കുരിശും മാലയിട്ട ക്രിസ്ത്യാനികളെയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. നമ്മൾ ഓർക്കും നമ്മളെ അത് അപമാനിക്കാനായിട്ടാണ് ഈ സിനിമകളെന്ന്. ഏറെക്കുറെ ശരിയാണ്. എന്നാൽ നമ്മളൊന്ന് ചിന്തിക്കണം, അവരത് പറയുവാനും ഉണ്ടാക്കാനും കാരണമില്ലേ? ഇന്ന് ഏറെ കൊലപാതകങ്ങൾ, അല്ലെങ്കിൽ ഏറെ മ്ലേച്ഛതകൾ, അതുപോലെ കർത്താവിനെതിരായ പാപങ്ങൾ ചെയ്യുന്ന, മറ്റുള്ളവർ കുതിപ്പ് കൊടുക്കുന്നവർ ആരാണ്? നമ്മളല്ലേ? നമ്മൾ ക്രിസ്ത്യാനികളല്ലേ? നമുക്കിതൊരു മാറ്റം വേണ്ടയോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കേണ്ടവരാണ്. ലോകത്തിന്റെ ദീപമായി, ഭൂമിയുടെ ഉപ്പായി തീരുന്നവരാണ്. ഇതൊക്കെ നമ്മൾ വായിക്കും, കാണാതെ അറിയാം. ഒരു വിഷയവചനം നമുക്ക് കാണാതെ പ്രസംഗിക്കുവാനും അറിയാം. പക്ഷെ നമ്മുടെ ജീവിതമോ? ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ കഴിഞ്ഞ ക്രിസ്മസിന് കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഡബിൾ ആയിട്ട് മദ്യപിച്ച് കോടിക്കണക്കിന് രൂപ ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുത്തവരാണ് നമ്മൾ. ഇതൊക്കെയാണ് നമ്മുടെ പെരുന്നാളും തിരുനാളും ആഘോഷവും ഒക്കെ. പ്രിയമുള്ളവരെ, അതെ, ഇനിയും വരാൻ പോകുന്നു. അതെ, ഈസ്റ്റർ. അടുത്ത ഗവൺമെന്റിന് കൂടുതൽ അതെ മദ്യം വിൽക്കാനുള്ളൊരു അവസരം വരുന്നു. നമ്മുടെ ഓരോ തിരുനാളുകളും ഗവൺമെന്റിന് മദ്യം വിറ്റ് പണമുണ്ടാക്കാനുള്ള അവസരമാക്കി മാറുന്നു. ഇതിനൊക്കെ എൻ്റെ മക്കളെ ഒരു മാറ്റം വേണ്ടയോ? അതെ, നമുക്ക് അതെ ഇങ്ങനെ ആഴമായൊരു മാറ്റം ഉണ്ടാകുമ്പോൾ തണുപ്പുണ്ടാകും. എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഒരു പക്ഷെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്യണം, ആത്മനിയന്ത്രണം. ഈ മദ്യം 40 ദിവസം 40 അല്ലെങ്കിൽ 50 ദിവസം മത്സ്യം തിന്നാതിരിക്കുക, അല്ലെങ്കിൽ ഇറച്ചി തിന്നാതിരിക്കുക. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? നമ്മളിൽ തന്നെ ഒരു പരിവർത്തനം ഉണ്ടാവാൻ, യേശുവിനാൽ നയിക്കപ്പെട്ട, യേശുവിനാൽ നിറഞ്ഞ ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുന്നതിന് വേണ്ടി സഭ നൽകുന്ന ഒരു അവസരമാണ്. അല്ലാതെ എല്ലാ കാലവും ഇറച്ചി തിന്നാതിരിക്കണമെന്നോ എല്ലാ കാലവും ഇപ്രകാരം മീനോ മുട്ടയോ തിന്നാതിരിക്കണമെന്നല്ല. പിന്നെ ജീവിതത്തിലൊരു മാറ്റം വേണമെന്ന് പറയുന്നു. ഇത് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ബുദ്ധിമുട്ടാണ്. തല പാറയിൽ ഇടിച്ചെന്ന് വരാം, ശ്രദ്ധിക്കണം. അത് വെള്ളം തണുത്തതാണ്, ഒരു പക്ഷെങ്കിൽ ചെവിക്ക് വേദന ഉണ്ടാകും. വെള്ളം ഉച്ചിയിൽ പോയി ഒരു പക്ഷേ ജലദോഷം വന്നു വരാം. ഇതെല്ലാം അതെ സഹനത്തിന്റെ ജീവിതം. നമുക്കറിയാമല്ലോ, ആ നോയമ്പിന്റെ അവസാനം നമ്മൾ കർത്താവിന്റെ പീഡാനുഭവങ്ങളെ പറ്റി ധ്യാനിക്കുന്നു, കുരിശിനെ പറ്റി ധ്യാനിക്കുന്നു, കുരിശിലെ ബലിയെ പറ്റി ധ്യാനിക്കുന്നു. എങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്ര ജെറുസലേമിലേക്കുള്ള ഒരു യാത്രയാണ്. എന്ന് പറഞ്ഞാൽ ഈശോ പലപ്പോഴും പറഞ്ഞില്ലേ, എനിക്ക് ജെറുസലേമിൽ പോകണം, മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടണം, ക്രൂശിക്കപ്പെടണം, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കണം. അത് ആ ജെറുസലേമിലേക്ക് പോകാൻ വെമ്പൽ കൊണ്ട ഗുരുവിനെയാണ് നമ്മൾ അനുഗമിക്കുന്നത്. അവനെ അനുഗമിക്കുന്നെങ്കിൽ നമ്മളും ജെറുസലേമിലേക്ക് പോകണം. അതായത് പീഡകൾ, സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ, കുരിശുമെടുത്തുകൊണ്ട് സ്വയം പരിത്യജിച്ച് പിന്നാലെ പോകുവാൻ അവരെ പരിശ്രമിക്കണം. ആ പരിശ്രമമാണ് ക്രൈസ്തവ ജീവിതം. അതാണ് നമ്മുടെ തീർത്ഥാടക ജീവിതം. അവിടെ ദൈവത്തിനായും മറ്റുള്ളവർക്കായും സ്വയം എരിഞ്ഞു തീരണം. മറ്റുള്ളവർക്കായി സ്നേഹത്തെ പ്രതി ജീവനെ സമർപ്പിക്കണം. അത് ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് കർത്താവ് തന്നെ പറയുണ്ടായല്ലോ മത്തായി 15:13. സ്വന്തം ജീവൻ അവസാനത്തെ തുള്ളിച്ചോര പോലും നൽകിയ ആ ക്രിസ്തുവിനെ പറ്റി ധ്യാനിക്കുന്ന ഈ അവസരത്തിൽ പ്രിയമക്കളെ, നമുക്കും സഹനങ്ങൾ, വേദനകൾ കുടുംബത്തും വ്യക്തിപരമായും സമൂഹത്തിൽ നിന്നൊക്കെ ഉണ്ടാകും. അതിൻ്റെ എല്ലാം മധ്യത്തിൽ നമുക്ക് ആഴമുള്ള ഭക്തിയോടെ, ഭക്തിമുറകളോടെ, ആഴമുള്ള ക്രിസ്തീയ ചൈതന്യത്തിൽ വളർന്ന് നമുക്ക് അത് മുന്നോട്ട് പോകാം. അങ്ങനെ ഈ ബാഹ്യതയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ ആന്തരിക ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കട്ടെ ഈ നോയമ്പ് കാലം നിങ്ങൾ അനുഷ്ഠിക്കുന്നത്. അത് വെറും അനുഷ്ഠാനമായി മാറരുത്, പിന്നെയോ ഒരു ജീവിത മുറയായി മാറണം. തമ്പുരാൻ നിങ്ങൾ ഓരോരുത്തരെയും അതിനനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് ഈ നോയമ്പ് കാലം നിങ്ങൾ ഓരോരുത്തരും ആഴമായ ആധ്യാത്മികതയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവരായിരിക്കട്ടെ. കൂടുതൽ പ്രാർത്ഥിക്കുന്നവർ,
പരിത്യാഗം ചെയ്യുന്നവർ, മറ്റുള്ളവരെ സഹായിക്കുന്നവർ. ഞാൻ മുസ്ലിങ്ങളുടെ ഇടയിൽ ഏറെ നാൾ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. എല്ലാ ഇസ്ലാമിക് രാജ്യങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് വചനം പ്രഘോഷിക്കാൻ. എനിക്ക് ഹൃദാകർഷകമായ പലതും കണ്ടു. അവരുടെ നോയമ്പ് കാലം പകലൊന്നും ഭക്ഷിക്കില്ല. ആ പൈസ എല്ലാം ശേഖരിച്ച് സക്കാത്ത് എന്ന് പറയും, പാവങ്ങൾക്ക് കൊടുക്കും. സക്കാത്ത് പണം പാവങ്ങൾക്കാണ്. ഉപവാസം കഴിഞ്ഞ് വൈകുന്നേരം ഒരു മിഷ്ടാന്ന ഭോജനമുണ്ട്, എല്ലാവരും കൂടെ കൂടി. അപ്പോൾ തെരുവിലും വഴിവക്കിലുമുള്ള പാവങ്ങളെ കൂടെ കൂട്ടിയാണ് ആ സദ്യ അവർ ഒരുക്കുന്നത്. ഹല്ലേലൂയ. നമ്മളൊക്കെ ഒരു നേരം നിൽക്കും, ഉപവാസം ചെയ്യും, കിട്ടുന്ന ലാഭം നമ്മുടെ പോക്കറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്, അല്ലേ? നമ്മൾ സക്കാത്തിനായി എന്ന് പറഞ്ഞാൽ അത് പാവങ്ങൾക്ക് കൊടുക്കുവാൻ, അത് സുവിശേഷ പ്രഘോഷണ പരിപാടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കാറുണ്ടോ? ആളുകൾ പറയും, അതെ, മുസ്ലിങ്ങൾ ഇങ്ങനെ സക്കാത്തുണ്ടാകുന്ന പണം കൊണ്ടാണ് തീവ്രവാദികളെ സഹായിക്കുന്നത് എന്ന്. ഒരുപക്ഷെ ശരിയാണ്. തീവ്രവാദികളുടെ ഉദ്ദേശം എന്താണ്? ലോകം മുഴുവൻ ഇസ്ലാമാക്കി മാറ്റുക, ലോകം മുഴുവൻ അല്ലാഹയുടെ കീഴിൽ കൊണ്ടുവരിക. പ്രിയമുള്ളവരെ, നമ്മോടും നമ്മുടെ കർത്താവ്, നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞത് എന്താണ്? ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിച്ച് എല്ലാവരെയും സ്നാനപ്പെടുത്തണമെന്നും മാത്രമല്ല ശിഷ്യരാക്കണമെന്നും. പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം, ധ്യാനിക്കണം. എങ്കിൽ നമ്മൾ അതിനോട് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പണം കൊടുത്തും സഹായിക്കണം ആളുകൾ രക്ഷയിലേക്ക് നയിക്കുവാനായിട്ട്. അങ്ങനെ ലോകം മുഴുവൻ രാജാതിരാജനായ യേശു ക്രിസ്തുവിൻ്റെ കീഴിലായി തീരുവാൻ, യേശുവിൻ്റെ ആധിപത്യത്തിന് കീഴിൽ. ആധിപത്യം അത് അടിച്ചേൽപ്പിക്കുന്ന ആധിപത്യമല്ല, പരിശുദ്ധാത്മാവിലൂടെ ഒരു ജീവിതമാണ് ദൈവരാജ്യം. നമ്മൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 14 വചനം 27 വായിക്കുന്നുണ്ടല്ലോ. അത് തീറ്റയും കുടിയും അല്ല ദൈവരാജ്യം, പിന്നെയോ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിലുള്ള നീതിയുടെയും സത്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ജീവിത മുറയാണ്. ആ ദൈവരാജ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ എന്നും പ്രാർത്ഥിക്കും, ദൈവമേ അങ്ങേ രാജ്യം വരണമേ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരും ക്രിസ്ത്യാനികളാകാനായിട്ടുള്ള പ്രാർത്ഥന അല്ല അത്. പിന്നെയോ കർത്താവ് കൊണ്ടുവന്ന സ്നേഹത്തിൻ്റെയും നീതിയുടെയും സത്യത്തിൻ്റെയും അത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. ഈ ലോകം മുഴുവൻ എല്ലാവരും ആസ്വദിക്കുവാൻ ഇടയാകട്ടെ എന്ന ആ പ്രാർത്ഥനയാണ്. ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. ആരെയും മതം മാറ്റുവാനായിട്ട്, അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുവാൻ, ഒരാധിപത്യത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാനല്ല ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ ആത്മാവിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് സ്നേഹത്തിൻ്റെ, ധാർമ്മികതയുടെ, വിശുദ്ധിയുടെ, വിശ്വസ്തതയുടെ, നന്മയുടെ, ആ നീതിയുടെയും എല്ലാം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അത് ജീവിതമുണ്ടാകുവാനാണ് അത് നമ്മൾ ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. നമുക്കൊത്തൊരുമിച്ച് പരിശ്രമിക്കാം മക്കളെ. ഈ നോയമ്പ് കാലം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും അത് ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടുന്ന അവസരമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ആഴത്തിലേക്ക് കടന്നു ചെന്ന്, ആഴമായ ആ കടൽ അടിയിൽ ചെന്ന് അത് പവിഴങ്ങൾ എന്ന് പറഞ്ഞാൽ മുത്തുകൾ കോരിയെടുക്കുവാൻ ഇടയാക്കട്ടെ. അതാണ് സ്നേഹം, സമാധാനം, സന്തോഷം, നീതി. ഇതെല്ലാം അതെല്ലാം പവിഴങ്ങളാണ്. അതെല്ലാം അത് ആഴത്തിച്ചെന്ന് പിറക്കിയെടുത്ത് ജീവിതത്തിൽ ചേർത്ത് വെച്ച് അത് സമാധാനമുള്ളവരായി, സന്തോഷമുള്ളവരായി ജീവിക്കാൻ ഇടയാകട്ടെ. കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാന്യവാനായ ദൈവമേ, ഈ നിമിഷമായി മക്കളെ അങ്ങേക്ക് അർപ്പിക്കുന്നു. കഥാവ് ഈശോയെ, വചനം കേട്ടവർ ഓരോരുത്തരും വെറും കേൾവിക്കാരാകാതെ, ഒരു ചെവിയിലൂടെ കേട്ടത് മറു ചെവിയിലൂടെ ഇറങ്ങിപ്പോകാതെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ചെല്ലുവാനും, കഥാവ് ഒരു കല്ല് ആഴത്തിലേക്ക് ഇടുമ്പോൾ, ഒരു കയത്തിലേക്ക് ഇടുമ്പോൾ ശാന്തമായ അടിയിലേക്ക് പോകുന്ന പോലെ വചനം ഇവിടെ ഹൃദയത്തിലേക്ക് ചൂണ്ടിറങ്ങുവാനും, കഥാവെ അത് വളരുവാനും അപ്രകാരം ഫലം പുറപ്പെടുവിക്കുവാനും ഇടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തിന്മയെ വെറുത്തുള്ള ഭക്തി ജീവിതം ഇവർക്ക് നൽകണമേ. ആ ജീവിതത്തിൽ കർത്താവെ, അങ്ങ് ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഫലങ്ങളെല്ലാം അനുഭവിക്കുവാൻ, അങ്ങനെ കർത്താവെ അത് സ്വയമേയും കുടുംബത്തും അനുഭവിച്ച് മറ്റുള്ളവർക്കും വാരി വിതറി കൊടുക്കുന്ന സാക്ഷികളായി മാറുവാൻ ഇവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആഴത്തിലുള്ള ഒരു ആധ്യാത്മികത ഈ നോയമ്പ് കാലത്ത് ഉണ്ടാകട്ടെ, അടിത്തറയിടട്ടെ. പ്രിയപ്പെട്ടവർ, ഞങ്ങൾ ഓരോരുത്തരെയും ഈശോയുടെ മുറിയപ്പെട്ട ഹൃദയത്തിലേക്ക് അർപ്പിക്കുന്നു. കാനമുള്ള കർത്താവേ,
അങ്ങേ മുറിയപ്പെട്ട ഹൃദയത്തിലൂടെ ഒഴുകുന്ന തിരിച്ചോരയും തിരുജലവും ഇവരിലേക്ക് ഒഴുകട്ടെ. ഇവർ സുഖപ്പെടട്ടെ. ആത്മാവിൻ്റെ ശക്തിയിൽ നിറയട്ടെ. ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും കൃപാവരങ്ങളും കൊയ്തെടുക്കുന്നവരായി തീരട്ടെ. വാരി ശേഖരിക്കുന്നവരായി തീരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആമേൻ. അതെ, നിങ്ങളെല്ലാവരും നല്ല ഒരു നോയമ്പ് കാലം വീണ്ടും ആശംസിക്കുന്നു. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ദൈനംദിന പ്രാർത്ഥനയിലും ദിവബലിയിലും ഞാൻ നിങ്ങളെ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.